എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. ഇതുപോലെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ട് വൈകിട്ടായാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാനും സാധിക്കും. ഇനി നമുക്ക് പഞ്ഞി പോലുള്ള ഗോതമ്പ് പുട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിൽ നിന്നും 3 സ്പൂൺ അളവിൽ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അടുപ്പിലേക്ക് പാൻ മാറ്റി ചെറിയ തീയിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. മാവ് നല്ലതുപോലെ കുറുകി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിന്റെ ചൂടൊന്നാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമുക്ക് കൈയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സ്പാച്ചുലയോ ഒരു സ്പൂണോ കൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ കുറുക്കിയെടുത്ത മാവ് പൊടിയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വാരിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ പൊടി കുഴച്ചെടുക്കുമ്പോൾ നനവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ചേർത്ത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് പുട്ടുപൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ല. നല്ല നനവോടുകൂടി തന്നെയാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ആവി വരുന്ന പുട്ടുകുറ്റിയിലേക്ക് ഇടവിട്ടിടവിട്ട നാളികേരവും പൊടിയും കൂടി ചേർത്ത് കട നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നല്ല പോലെ കഴിഞ്ഞാൽ 1 മിനിറ്റ് നേരം സിമ്മിലാക്കി വെച്ചതിന് ശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് കുത്തിയും കൂടി എടുക്കാം. ഇങ്ങനെ ചെയ്താൽ പുട്ട് പൊടിയാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പഞ്ഞി പോലുള്ള ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.